അല്ലേ എല്ലാവർക്കും? ഹലോ എവരിവൺ. അപ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ചലനാത്മകതയെ കുറിച്ചായിരുന്നു. ചലനാത്മകത എന്ന് പറയുന്നത് പല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളതാണ് സാമൂഹിക ചലനാത്മക എന്നതിന്റെ അർത്ഥം. അപ്പോൾ ചലനാത്മകമാണ് ഇപ്പോൾ സമൂഹം, അല്ലെ? നമുക്കറിയാം, നമ്മൾ പണ്ടത്തേൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. സാംസ്കാരിക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മുന്നേറ്റത്തെയാണ് സാമൂഹിക ചലനാത്മകത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം മനുഷ്യരെ പോലെ അല്ലല്ലേ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ചലനാത്മകതയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ചലനാത്മകതയുടെ ഫലമായിട്ടായിരിക്കാം നമ്മളിലുണ്ടായ ഓരോ മാറ്റങ്ങൾ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോണ്ടെസ്റ്റ് മൊബിലിറ്റിയും അതുപോലെ തന്നെ സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറയുന്ന രണ്ട് ടേംസ് ആണ്. കോണ്ടെസ്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത് മത്സര അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചലനാത്മകതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In an open contest, the aspirants get the elite status as the prize. Turner used the term elite to mean high class category. While the contest is governed by some rules of fair play, the contests have wide choices in the strategies they may use, since the prize of successful upward mobility is not in the hands of an established elite to give out. The latter cannot determine who shall accomplish it and who shall not. അപ്പോൾ കോണ്ടസ്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു മത്സര അധിഷ്ഠിതമായിട്ടുള്ള ചലനാത്മകതയാണ്. ഇവിടെ ഒരുപാട് ചോയ്സസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചലനാത്മകത തിരഞ്ഞെടുക്കാമെന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഇതിനെല്ലാം ഒരു സമ്മാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള കോണ്ടസ്റ്റ് മൊബിലിറ്റി ഉണ്ടാവുക. സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകമാണ്. സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഇൻ ദ കേസ് the established elite or their agent appointed individuals into their fold. Elite status is given based on certain creation of supposed merit and cannot be taken by any amount of effort to or strategy. Upward mobility is like entering into a private club where each candidate must be sponsored by one or more of the members. Ultimately, the members can grant or any upward mobility based on whether they judge the candidates to have these qualities they to see in the follow members. അപ്പോൾ ഇത്തരം കാര്യം ഓർത്താൽ മതി. നമ്മൾ സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ ടൈപ്സും ഫോംസും ഏതൊക്കെയാണെന്ന്. അപ്പൊ ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ടൈപ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഫോംസ് എന്ന് പറയുന്നത്, ഫോംസ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ്. കോണ്ടസ്റ്റ് മൊബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്പോൺസേർഡ് മൊബിലിറ്റി ഉണ്ട്. കോണ്ടസ്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചലനാത്മകതയാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ചലനാത്മകതയെ നമുക്ക് ഉദ്ദേശിക്കാം. ഇനി dimensions and implications of mobility. Understanding various dimensions of social mobility is needed to operationalize the concept and study its various forms. These dimensions are linked with the basic character of the society, important dimensions of social mobility, and their implications in terms of wide social structure are discussed below. അപ്പോൾ നമ്മുടെ പലതരത്തിലുണ്ട് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഡയമെൻഷൻസ്, അതിന്റെ തലങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സാമൂഹികമായ ചലനാത്മകതയാണെന്ന്. അത് നമുക്ക് സാംസ്കാരികമായ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ തലത്തിലും നമുക്ക് അനുഭവപ്പെടാം. സാംസ്കാരിക തലം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ചൈൽഡ് മാരേജ് ഇല്ലാതാക്കിയത്, അതുപോലെ തന്നെ ഗേൾസിന് സ്വാതന്ത്ര്യം കൊടുത്തത്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശം കൊടുത്തത്, ഇതൊക്കെ നമ്മുടെ സാമൂഹികമായ ചലനാത്മകതയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ രീതിയിൽ അവർ തുല്യരാണെന്നും അതുപോലെ തന്നെ എല്ലാ ജോലികളും രണ്ടുപേർക്കും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മുടെ സാമൂഹിക ചലനാത്മകതയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അതുകൂടാതെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ചലനാത്മകതയുടെ ചില സവിശേഷതകളാണ് TV, ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാങ്കേതിക ഉപകരണങ്ങളുടെ കടന്നുവരവ്. ഇത് ഭൗതികമായിട്ടുള്ള ചലനാത്മകതയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ,
In integrational mobility and intergenerational mobility എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട്. Intergenerational mobility means studying individuals' own careers, how far they move up or down and social scale in the course of their working lives. This mobility is also called career mobility. ഇന്റർജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത് കരിയർ മൊബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. കരിയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ കരിയർ ഉണ്ടാവും. ചിലപ്പോൾ ടീച്ചിങ് കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡോക്ടേഴ്സ് ആ രീതിയിൽ വൈദ്യശാസ്ത്രപരമായ മേഖലയിൽ കരിയർ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് കരിയർ എന്ന് പറയുന്ന പദം നിലനിൽക്കുന്നത്. അപ്പോൾ കരിയർ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗവും കൂടി ഉണ്ട്. ഫൈൻഡിങ് അവർ ജോബ്സ് one held at various points in one's life is the integrational mobility. Intergenerational mobility means mobility across generation. എന്താണ് നമ്മൾ എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്നത് ത്രൂ ജനറേഷൻ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഘടകമാണ്. കാരണം സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഘടകം കൂടിയാണ്. അത് പെട്ടെന്നൊന്നും ഉണ്ടായതല്ല. അതുകൂടാതെ അതിന് സാംസ്കാരികമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടുമുള്ള ചലനാത്മകതയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സാംസ്കാരികമായ ചലനാത്മകത നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹികമായുള്ള ചലനാത്മകത നോക്കുകയാണെങ്കിൽ, അത് വളരെ ടൈം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ പെട്ടെന്നല്ല ഓരോ ചൈൽഡ് മാരേജും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങിയതും, അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ്, ഇവരുടെ ജെൻഡർ വ്യത്യാസം ഒന്നും നോക്കാതെ രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതെന്താണ്? വർഷങ്ങളായിട്ടുള്ള പ്രോസസ്സ് വഴിയാണ് നമുക്ക് ഇന്ന് കാണുന്ന ഒരു സോഷ്യൽ കണ്ടീഷൻ നമുക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടുള്ള ചലനാത്മകത വളരെ സാവധാനത്തിലാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഭൗതികമായിട്ടുള്ള ചലനാത്മകതയുണ്ട്. ഫോർ എക്സാമ്പിൾ മൊബൈൽ, TV തുടങ്ങിയ സാങ്കേതിക വിദ്യകളുണ്ടായ വർധനമാണ് ഈ ഒരു ഭൗതികമായ ചലനാത്മകത അല്ലെങ്കിൽ ഫിസിക്കൽ മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം എന്താ ഒരു 2015 അല്ലെങ്കിൽ 2000ന്റെ ആദ്യം തൊട്ട് ഏകദേശം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ മൊബൈലിന്റെ ടച്ച് മൊബൈലൊക്കെ വന്നപ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരും കൂട്ടമായിട്ട് ടച്ച് മൊബൈലിലേക്ക് മാറാനായിട്ട് തുടങ്ങി. അപ്പൊ എന്താണ്, പുതിയൊരു പ്രോഡക്റ്റ് നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ iPhone 15 Pro വരെ എത്തി. അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഒക്കെ പുതിയത് ഇറങ്ങുമ്പോൾ നമ്മൾ അത് പരീക്ഷിക്കാനും അത് മേടിക്കാനും ഒക്കെ ഉള്ളൊരു ത്വര നമുക്കുണ്ട്. പക്ഷെ അതുപോലെയല്ല. അപ്പൊ അത്രയും വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഭൗതിക സാധനങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് വളരെ പെട്ടെന്നായിരിക്കും. വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതുപോലെ TV ഒക്കെ ഇല്ലാത്ത ഒരു വീടുകൾ പോലും ഇന്ന് ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ആ രീതിയിൽ ഭൗതികമായിട്ടുള്ള ചലനാത്മകത നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനധികം ടൈം എടുക്കില്ല. ആ ഒരു ഭൗതികമായിട്ടുള്ള ചലനാത്മകത നമുക്ക് വേണമെങ്കിൽ അതിനധികം സമയം എടുക്കില്ല. നമുക്ക് വേഗം തന്നെ അത് നമ്മുടെ കൈകളിലാവുകയും അത് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്യും. പക്ഷെ സാംസ്കാരികമായ ചില കാര്യങ്ങൾ, ഓരോരുത്തരുടെ മനസ്ഥിതിയിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ടൈം എടുത്തിട്ടേ അതിനൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ടൈം ടേക്കിംഗ് ആണ് പറയുന്നത്. Okay. Found a person's chances to moving up the occupational ladder, but strongly influenced by education's person's first job, father's occupation. അപ്പോൾ നമ്മൾ പറഞ്ഞു കരിയർ മൊബിലൈസേഷനെ പറ്റി, അല്ലെങ്കിൽ കരിയർ മൊബിലിറ്റിനെ പറ്റി, നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ചലനാത്മകതയെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് ജോലി ലഭിക്കുന്നത്? ഒന്നെങ്കിൽ നല്ല ഉയർന്ന പേരൻസിന്റെ ജോലി വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഉന്നതമായിട്ടുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നല്ല രീതിയിൽ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ മക്കൾക്കൊക്കെ റെക്കമെൻഡേഷൻ ഒക്കെ കൊണ്ട് ഒരുപാട് പെട്ടെന്ന് തന്നെ ജോലിയിൽ അവർക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആണ്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് നല്ല പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം MBA ഉള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ BBA ഉള്ള ഒരു വ്യക്തിയും തമ്മിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും MBA ഉള്ള വ്യക്തിനെ ആയിരിക്കും ആദ്യമായിട്ട് തൊഴിലിന് പരിഗണിക്കുക. കാരണം എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയാണ് അതിന് കാരണം. അപ്പൊ അത് നമ്മുടെ കരിയർ മൊബിലിറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമുക്ക് ഈ ഒരു തൊഴിലിൽ ചലനാത്മകത ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലിൽ ഒരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ വേണം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പേഴ്സൺസ് ഫസ്റ്റ് ജോബ് ആണ്.
അതായത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു എന്തിന്റെ ഉദാഹരണമാണ്? ഇത്തരത്തില് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര വർഷം അവര് IT ഫീൽഡിൽ ജോലി ചെയ്ത ആളാണ്, അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ എത്തിയാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിൽ അവർക്ക് നല്ല ജോലി അവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയാ പേഴ്സൺസ് ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കൂടുതൽ ജോബ് അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് എന്താ കരിയർ മൊബിലിറ്റിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അല്ലെ. നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കരിയറിന്റെ ഉയർച്ചയെ സ്വാധീനിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാദേഴ്സ് ഒക്യുപ്പേഷൻ ആണ്. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞു നേരത്തെ പാരന്റ്സിന്റെ മേഖലകൾ, തൊഴിൽ മേഖലകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അച്ഛൻ്റെ അമ്മയ്ക്കും താഴ്ന്ന ജോലികളാണെങ്കിൽ അല്ലെങ്കിൽ വലിയ പദവി, സാമൂഹിക പദവി ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും വേഗം ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഒരു നല്ല നിലയിലുള്ള അല്ലെങ്കിൽ വളരെ IAS-കാരുടെയോ അല്ലെങ്കിൽ IPS-കാരുടെയോ അല്ലെങ്കിൽ ഉന്നതമായുള്ള കേന്ദ്ര ഗവൺമെന്റ് ജോലികളിലുള്ള വ്യക്തികളുടെയൊക്കെ മക്കൾക്ക് അതനുസരിച്ചുള്ള കൂടുതൽ പ്രയോറിറ്റീസ് ഒക്കെ മറ്റുള്ള കമ്പനികളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേരൻസിന്റെ ഒക്യുപ്പേഷനും ഇതുപോലെ തന്നെ കരിയർ മൊബിലിറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ആ കാര്യങ്ങൾ മൂന്നൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമാണ്. Range of mobility means the social distance a person covered, whether she or he moves up or down in the social scale. The range of mobility may be a short social distance, short range shift, or a big slide across a number of strata, and the long range mobility. നമ്മൾ റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു സാമൂഹിക സ്ഥാനത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവൻ ആ റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്, ഇവൾ ഈ റേഞ്ചിലാണ് നിൽക്കുന്നത്, ആ റേഞ്ചിലേക്ക് നീ എത്തില്ല, ആ രീതിയിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നമ്മളൊരു സ്കെയിൽ വെക്കുകയാണെങ്കിൽ ആ സ്കെയിലിന്റെ അപ്പിലാണോ അതോ ഡൗണിലാണോ എന്നുള്ള ഒരു നമ്മുടെ സ്ഥാനം വെച്ചിട്ടാണ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും നമ്മുടെ ജോലി വളരെ മികച്ചതല്ല എങ്കിൽ, നമ്മളൊരു സാധാരണ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു IPS IAS ഓഫീസേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിലെ നമ്മുടെ ഒരു പദവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് ഡൗൺ ആയിരിക്കും. പക്ഷേ IAS-കാരുടെ ഒക്കെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഉയരത്തിലായിരിക്കും. അപ്പൊ ആ രീതിയിലൊന്ന് ഓർത്തിരുന്നാൽ മതി. റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗത്താണ്, ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, ആ ഒരു സ്കെയിൽ വെക്കുകയാണെങ്കിൽ, സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു സ്കെയിൽ വെക്കുകയാണെങ്കിൽ ആ സ്കെയിലിന്റെ മുകളിലാണോ താഴെയാണോ എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ റേഞ്ച് ഓഫ് മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. According to Anthony Giddens, downward mobility is the less common than upward mobility, but it is still a widespread phenomenon. He found more than 20% of the men is the UK were downwardly mobile. Internationally, even in the most of the movement were strong range. Downward international mobility is also common. The downward mobility is linked with the psychological problems and anxieties, where individuals fail to sustain the lifestyles to which they have been accustomed. Downward mobility is also caused by redundancy. For example, middle-aged man who lost their job find it hard to gain new employment at all. അപ്പോൾ ഇവിടെ പറയുന്നത് or can only get work at a lower level of income than before. അപ്പോൾ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ആന്റണി ഗിഡ്നസിന്റെ ഒരു ടേം ആണ്. എന്ത് ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്? അപ്പൊ ഡൗൺവേർഡ് മൊബിലിറ്റിയിൽ നമ്മൾ പറയാം സാമൂഹിക ചലനാത്മകത ഏറ്റവും കുറഞ്ഞ വ്യക്തികളെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ആള്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഒരു വ്യക്തി, അദ്ദേഹം ചെറുപ്പത്തിലെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് പോയ ആ വ്യക്തിയാണ്. അയാൾക്ക് അവിടെ ഒരു ഒരു കമ്പനിയുടെ ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ജോലി ലഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം പഠിക്കാനായിട്ടൊന്നും മുതിർന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു 45-50 വയസ്സാകാറായപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. അപ്പൊ
ആ രീതിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് വളരെയധികം കുറഞ്ഞു പോവുകയും അദ്ദേഹത്തിന് വീണ്ടും ഒരു ജോലി കണ്ടെത്താൻ ഇത്ര സൂപ്പർവൈസർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലുള്ള ഒരു ജോലി കണ്ടെത്താനായിട്ട് പ്രയാസം നേരിടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഡൗൺവേർഡിൽ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളരെ ഡൗൺവേർഡ് ആയി പോവുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് മറ്റൊരു വഴിയില്ലാതാവുകയും അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവരുടെ തണലിൽ ഭാര്യയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ഒക്കെ തണലിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയും വന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയാ നമ്മുടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ കരിയർ മൊബിലിറ്റിനെ വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഡൗൺവേർഡ് മൊബിലിറ്റി ആകാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചലനാത്മകതയിൽ താഴേക്ക് പോകാതിരിക്കാനുള്ള ഒരു വഴികളാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോഴും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ചിലപ്പോൾ നമ്മൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ചലനാത്മകത കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തികൾക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തികൾക്കോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മധ്യവയസ്സൊക്കെ എത്തിയ ആളുകൾക്കൊക്കെ ഈ ഒരു ചലനാത്മകത ഈ ഒരു താഴേക്കുള്ള ഒരു ചലനാത്മകതയായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുക. കാരണം അവരുടെ സോഷ്യൽ സിറ്റുവേഷൻസ് കാരണം. ഓക്കെ, ഇനി അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചലനാത്മകതയെ കുറിച്ചാണ് പറഞ്ഞത്. ചലനാത്മകത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ചലനമാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിലുള്ളതാകാം അല്ലെങ്കിൽ ചീത്ത രീതിയിലുള്ള ഒരു ചലനമാകാം. നമ്മുടെ ഗ്രോത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, ഗ്രോത്ത്. അപ്പൊ ആ ഒരു രീതിയിൽ ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസസ് ഇല്ലെങ്കിൽ അതും അല്ലെങ്കിൽ 50 വയസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യത്തെ നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് നമുക്ക് ജോലിയും കൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും അല്ലെ. ആ ഒരു രീതിയിൽ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെ ഓർത്താൽ മതി. ഇനി അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട്. അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് മുകളിലേക്കുള്ള ഒരു ചലനാത്മകത എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. Upward mobility happens when a person gains wealth and property in modern societies. Other means of gaining upward mobility may be entering an occupation with the honor, getting a doctorate degree, or marrying into a aristocratic family. The family is the social unit through which a person is placed into the class structure in a society. അപ്പോൾ നമ്മൾ അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഡൗൺവേർഡ് മൊബിലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള നമ്മുടെ ചലനാത്മകമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, പെട്ടെന്ന് നമുക്ക് സമ്പത്ത് ഗെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ നമുക്ക് അപ്വേർഡ് ആയിട്ടുള്ള ഒരു ചലനാത്മകത ഉണ്ടെന്ന് പറയാൻ. അതായത് നമ്മൾ നല്ല രീതിയിൽ പണം സമ്പാദിക്കുമ്പോൾ നമ്മുടെ ഉയർച്ച മുകളിലേക്കാണ് അല്ലെ. ആ രീതിയിൽ ഓർത്താൽ മതി. നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ നല്ല ജോലി സമ്പാദിക്കുന്നതും ഒക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള അപ്വേർഡ് മൊബിലിറ്റിയുടെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഒക്യുപ്പേഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു നല്ല രീതിയിൽ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും, പ്രത്യേകിച്ച് IT പ്രൊഫഷനിലുള്ള ആളുകളെ. അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അവർ ഓരോ പ്രൊജക്റ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് വളരെയധികം കൂടുക ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യും, നല്ല ഓഫേഴ്സ് കിട്ടുന്ന നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ IT പ്രൊഫഷണൽസ് 1 lakh ഒക്കെ സാലറി ഉള്ള ജോലിയായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അത് ചിലപ്പോൾ 2 lakhs ഓഫർ ചെയ്യുന്ന കമ്പനികൾ വരും. അവർക്ക് ഓഫർ കൊടുക്കുന്നു, ഇങ്ങനെ ഒരു 2 lakh ഞങ്ങൾ തരാം, ഞങ്ങളുടെ കമ്പനി തരാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഓഫേഴ്സ് വരും. അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ ആ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് മറ്റേ ജോലിക്ക് കയറും. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ നമുക്ക് ചലനാത്മകമായിട്ട് പെരുമാറാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, 1 lakh സാലറിയിൽ നിന്ന് 2 lakh സാലറിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗ്രോത്ത് അപ്വേർഡിലാണല്ലേ വരുന്നത്. ഉയർന്ന രീതിയിലാണ് അവരുടെ ചലനാത്മകത വരുന്നത്. ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് ജോലി നഷ്ടപ്പെടുമ്പോൾ അത് ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, നല്ല എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തി, അദ്ദേഹം കൂടുതൽ ശമ്പളമുള്ള നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അപ്വേർഡ് മൊബിലിറ്റി വർക്ക് ആവുന്നു. മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ഓഫ് മൊബിലിറ്റി ആണ്. Possibilities of mobility. Possibilities of social mobility depend on the openness and the closeness of the society. A rigid society makes the mobility impossible, where a flexible of a society facilitates easy mobility of the members. A closed society facilitates little vertical mobility. In contrast, an open society facilitates greater vertical social mobility. However, in open societies also, people cannot move from one stratum to another without facing the resistance.
Every society has certain criteria like proper manners, family lineage, education, or racial affiliation with the people must fulfill to a higher social level. അപ്പോൾ പോസിബിലിറ്റീസ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ സാധ്യതകളാണ്, ചലനാത്മകതയുടെ സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇവിടെ കുറച്ച് വായിച്ചു, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വായിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അതിന് ഓരോരോ സാധ്യതകളുണ്ട്, ഓരോ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ പോസിബിലിറ്റീസ് എന്തിനെ അടിസ്ഥാനപ്പെട്ടിട്ടിരിക്കും? ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ പറയാം, ഇപ്പൊ ഒരു കുടുംബം, ആ കുടുംബത്തിലെ കുട്ടികളെ ആ മാതാപിതാക്കൾ വളരെ നല്ല രീതിയിൽ സ്വാതന്ത്ര്യം കൊടുത്താണ് വളർത്തുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചൂസ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ചെയ്യുവാനും അതുപോലെ തന്നെ അവർക്ക് എപ്പോൾ കല്യാണം വേണം, ആ ഒരു രീതിയിൽ എപ്പോൾ വേണം മാരേജ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം അവർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെന്താണ്, കൂടുതൽ വളരെ ചലനാത്മകമായ ഒരു സൊസൈറ്റി ആവും അല്ലെ. കാരണം അവർക്ക് എത്ര വേണേലും പഠിക്കാം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവും. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ പഠിച്ച് ഉന്നതമായ ജോലികളിൽ എത്തിയതിനു ശേഷം മാത്രം അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ലൈഫ് കൂടുതൽ സെക്യൂർഡ് ആവും. അതുപോലെ തന്നെ അവർക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസവും അവരുടെ തൊഴിൽ സാധ്യതകളും വളരെയധികം വർദ്ധിക്കും. അപ്പൊ ഇതെന്താണ്, ആ ഒരു ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ കാരണം വളരെ സ്വതന്ത്രമായിട്ട് കുട്ടികളെ നോക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഒരു ബന്ധിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സമൂഹം വളരെ സ്വതന്ത്രമാണ്, വളരെയധികം നമുക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ അനുവദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേയും കൂടെ നമുക്ക് കുറച്ചുകൂടെ സോഷ്യൽ മൊബിലിറ്റീസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാമിലി വളരെ റിജിഡ് ആണെങ്കിൽ, അവർ ഭയങ്കരമായിട്ടും യാഥാസ്ഥിതിക ചിന്താഗതിക്കാരാണെങ്കിൽ അവരുടെ കുട്ടികൾ എന്താണ്, ചിലപ്പോൾ 10, 17, 14 വയസ്സ് 17 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിച്ചു വിടുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യുകയാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്തം എന്ന് പറയും. അതുപോലെ തന്നെ ആൺകുട്ടികളെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിക്കാൻ അനുവദിക്കാതെ ജോലിക്ക് വിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു കുട്ടികൾക്ക് നല്ല രീതിയിൽ സോഷ്യൽ മൊബിലൈസ്ഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം എന്താണ്, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് കരുപിടിപ്പിക്കാനുള്ള ഒരു അവസരമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആ അത്തരത്തിൽ റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആളുകളെ നിയന്ത്രിക്കുന്ന, ആ ഒരു സമൂഹത്തിലെ ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു തരത്തിലുള്ള സമൂഹമാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ മൊബിലിറ്റി അല്ലെങ്കിൽ ചലനാത്മകത വളരെ കുറവായിരിക്കും അവിടെ അനുഭവപ്പെടുക. കാരണം എന്താണ്, സമൂഹം അത് അനുവദിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അത് മാത്രം ഓർത്തിരിക്കുക. പിന്നെ such societies require new skills besides urbanization contributes a vertical social mobility as assertive criteria become less important. People become competitive, achievement oriented and status striving. In such societies must often the government carries out welfare programs that foster mobility. അപ്പോൾ ഇത് തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവിടെ. എന്താണ്, നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ ആളുകൾക്ക് മൊബിലിറ്റി ഫോം ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ ചലനാത്മകത വളരെയധികം വർദ്ധിക്കും എന്നാണ് പറയാം. കാരണം എന്താണ്, സാംസ്കാരികമായി നമ്മൾ താഴേക്കിടയിലാകേണ്ട ആളുകളല്ല. നമ്മൾ എപ്പോഴും എന്താണ്, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ആ ഒരു ജീവിതം ആ ഒരു കാലത്തിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളിലും ചിന്തകളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തണം. ഇന്നെന്താണ്, ഇന്ന് പെൺകുട്ടികൾക്ക് അവരുടെ ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ജോലിക്ക് പോകാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികൾക്കുണ്ട്. പക്ഷെ പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ പറയുന്ന ആളെ വിവാഹം കഴിക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ പെൺകുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ചിന്താഗതി ഇപ്പോഴും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ എന്താണ്, ആ ഒരു ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നാൽ അവരുടെ സമൂഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെവലപ്മെന്റോ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി ഒന്നും ഉണ്ടാവാതെ അവർ മുരടിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ പല ഗവൺമെന്റുകളും അവരുടെ അംഗങ്ങളുടെ മൊബിലിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ചലനാത്മകത കൂട്ടാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ ചലനാത്മകമായിട്ട് ഇരിക്കുന്നതിനെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. കാരണം ഈ ഒരു സാമൂഹിക ചലനാത്മകതയാണ് നമ്മുടെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു തരത്തിലുള്ള ചലനാത്മകമായിട്ടുള്ള സമൂഹങ്ങളാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ വേണ്ടി നൽകുന്നുണ്ട്. ചൈൽഡ് അബ്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുരുതരമായ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. കുറഞ്ഞ പലിശയ്ക്ക് അവർക്ക് ലോണുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് റേഷൻ കാർഡിന്റെ പേരൊക്കെ എന്താണ്, സ്ത്രീകളുടെ പേരിലേക്കൊക്കെ മാറ്റിയത്. ഇതുകൊണ്ടുള്ള സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ്. ആൺകുട്ടികൾ ആക്ഷേപിച്ചതല്ല, നമ്മൾ എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇന്ന് സമൂഹം കുറച്ചുകൂടെ മാറിയത്. കാരണം
സ്ത്രീകളെ ഒരുപാട് അടിച്ചമർത്തുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. അപ്പൊ അത്രയും കാര്യം ഓർക്കുക. നമ്മുടെ സാധ്യതകൾ, സോഷ്യൽ മൊബിലിറ്റിയുടെ സാധ്യതകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എഡ്യൂക്കേഷൻ നമ്മളെ സ്വാധീനിക്കും. അതുപോലെ തന്നെ വളരെ സ്വതന്ത്രമായിട്ടുള്ള സമൂഹങ്ങൾ സോഷ്യൽ മൊബിലിറ്റിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കർക്കശമായ യാഥാസ്ഥിക സ്ഥിതിയുള്ള സമൂഹങ്ങൾ അവിടുത്തെ ആളുകളുടെ സോഷ്യൽ മൊബിലിറ്റി ഒന്നും വർദ്ധിപ്പിക്കാനായിട്ട് സഹായകമല്ല. അതുകൂടാതെ ഗവൺമെന്റ് നമ്മുടെ സോഷ്യൽ മൊബിലിറ്റിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് കോപ്പറേറ്റീവ് സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, കമ്പാരിറ്റീവ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നോക്കാം. എംപിരിക്കൽ സ്റ്റഡീസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി കവറിംഗ് diverse societies help in understanding of the concept and forms of social mobility, with the real determining of the concept and forms of social mobility with the real determinate social situations. Computed a mutual, manual and a non-manual index based on data from a variety of sources. He found the United States had a mobility rate of 34%, of 5 other European countries were close behind. Sweden and 32%, Great Britain 31%, Denmark 30%, and Norway 30%, and France 29%. It implies the mobility rate is almost similar in industrial societies. അപ്പോൾ ഈ കമ്പാരിറ്റീവ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ചലനാത്മകതയെ മറ്റു രാജ്യങ്ങളുമായിട്ടൊന്ന് തരംതിരിക്കുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് പറയാ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏറ്റവും കൂടുതൽ സോഷ്യൽ മൊബിലിറ്റി ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. 34% ആണ് സോഷ്യൽ മൊബിലിറ്റി അവിടെ ഉള്ളത്. അപ്പോഴെന്താണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സോഷ്യൽ മൊബിലിറ്റി നമ്മുടെ വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയെയും എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടുള്ള കാര്യം. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ എന്താണ്, ആളുകൾക്ക് കൂടുതൽ വളരെയധികം നല്ല രീതിയിൽ ചിന്താഗതിയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത്തരത്തില് 34%ഓളം സോഷ്യൽ മൊബിലിറ്റി ഉള്ള ഈ രാജ്യങ്ങൾ, പല രാജ്യങ്ങളെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യ, ആഫ്രിക്ക ഒന്നും ഈ ഒരു സോഷ്യൽ മൊബിലിറ്റിയിൽ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എല്ലാം തന്നെ സോഷ്യൽ മൊബിലിറ്റിക്ക് കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണെന്ന്. കാരണം നമ്മൾ എന്താണ് പറയുന്നത്, സോഷ്യൽ മൊബിലിറ്റി നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സോഷ്യൽ മൊബിലിറ്റി ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഓർത്താൽ മതി. കമ്പാരേറ്റീവ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബിലിറ്റിയുടെ റേറ്റ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റിൽ 34%ഓളം ഒരു സോഷ്യൽ മൊബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്വീഡനിൽ 32%, ഗ്രേറ്റ് ബ്രിട്ടനിൽ 31%, ഡെൻമാർക്കിൽ 30%, അതുപോലെ തന്നെ നോർവേ 30% ആൻഡ് ഫ്രാൻസിൽ 29% ആണ് ഇത്തരത്തിലുള്ള മൊബിലിറ്റി റേറ്റ് ഉള്ളത്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഉയർന്ന നിലയിലെത്തുന്ന ഒരു സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിയിൽ അല്ലെങ്കിൽ വികസനത്തിൽ ഉയർന്ന നിലയിലുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് മോഡേൺ അനാലിസിസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഇൻ എ തീസിസ് സൈമോർ, മാർട്ടിൻ ലിപ്സെറ്റ്, റീൻഹാർഡ്, Bendix and Hans, mobility rates are much the same in all Western industrialized societies. With this thesis, the debates among scholars of social mobility, however, many sociologists have contested the thesis with the help of more recent and detailed data. അപ്പോൾ ലൈബ്രറി തിയറി ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു ഒരുപാട് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പല ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പല തിയറീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് ലിബറൽ തിയറി എന്ന് പറയുന്നത്. എന്താണ് ലിബറൽ തിയറി? നമ്മൾ വളരെ ലിബറൽ ആയിട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ according to the liberal theory, there are certain defining pursuits for the necessary outcomes of industry affecting any society. Accordingly, the following are the some mobility trends in industrial societies relative to pedestrian ones are: absolute rates of social mobility are generally high, but upward mobility predominates over downward mobility. Mobility opportunities are more equal in the sense that individuals of different social organizations compete of more equal
terms, and both the level of absolute rate of mobility and the degree of equal in relative rates increase over time. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിബറൽ തിയറി അനുസരിച്ച് ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റീസ് ഒരു പക്ഷേ അവർക്ക് അവിടെ സോഷ്യൽ മൊബിലിറ്റീസ് ഉയർന്നതായിരിക്കാം. പക്ഷേ ഈ ഉയർന്ന സോഷ്യൽ മൊബിലിറ്റി കുറെ ആളുകൾ അനുഭവിക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളും കൂടെ അവിടെയുണ്ട്. കാരണം ഏറ്റവും സമമായിട്ടല്ല അവിടെ ആളുകൾ നിലനിൽക്കുക. ഏറ്റവും സമ്പന്നരായ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളും ഈ ഒരു തരത്തിലുള്ള കൺട്രീസിൽ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പേഴ്സൺസിന്റെ ഫസ്റ്റ് ജോബും അതുപോലെ ഫാദേഴ്സിന്റെ ഒക്യുപ്പേഷനും ഒക്കെ നമ്മുടെ കരിയർ മൊബിലിറ്റിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് എല്ലാ രാജ്യങ്ങളിലാണെങ്കിൽ പോലും എന്താണ് താഴ്ന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്ന് ഓർക്കുക. UN-ലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്രിട്ടനിലും നോർവേയിലും ഡെൻമാർക്കിലും ഒക്കെ ഉയർന്ന ആളുകൾ ഒരുപാട് ഉണ്ടെങ്കിലും, സോഷ്യൽ മൊബിലിറ്റിയിൽ ഉയർന്ന ആളുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അപ്വേർഡിലായിട്ടുള്ള ഒരുപാട് സ്ഥാനങ്ങൾ, ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരുപാട് ഉണ്ടെങ്കിൽ പോലും താഴ്ന്ന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റീസിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിയിങ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. സം ഓഫ് ദ ബേസിക് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിയിങ് മൊബിലിറ്റി ആർ, അതായത് നമ്മൾ സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഫോംസിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു. ടൈപ്സും ഫോംസും പറഞ്ഞതിന് ശേഷം അതിന്റെ സോഷ്യൽ മൊബിലിറ്റിയുടെ അതിന്റെ പഠിക്കുന്നതിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പൊ എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ടൈപ്സും ഫോംസ് ഓഫ് മൊബിലിറ്റിയും പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോബ്ലംസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്കോർ കിട്ടാനായിട്ട് അത് സഹായകരമാക്കും. ഒന്ന് നോക്കാം. സം ഓഫ് ദ ബേസിക് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിയിങ് സോഷ്യൽ മൊബിലിറ്റി ആർ the nature of jobs changes over time and there is no clarity or defining the same occupations. For example, there is no clarity where mobility from blue collar or white collar work is always upward. A skilled blue collar work may be in a better economic position than a person having a white collar job. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോബിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു അപ്വേർഡ് മൊബിലിറ്റിയിലാണ് നിലനിൽക്കുന്നതിന് ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് വൈറ്റ് കോളർ ജോബ് ഉള്ള വ്യക്തികളായിരിക്കണം എന്നാണ്. കാരണം വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, അതായത് നമ്മൾ മറ്റ് ജോലികളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ശാരീരിക അധ്വാനം ഉപയോഗിച്ചുള്ള ജോലികൾ ചെയ്യാതെ നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നോ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റീസ് മാത്രമേ, കഴിവുകൾ മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് അത്തരത്തിലുള്ള വർക്കുകളെയാണ് നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയാം. അതായത് വൈറ്റ് കോളർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ അധികം ചെളിയും അത് മണ്ണും ഒന്നും പുരളാത്ത രീതിയിലുള്ള, കൂലിപ്പണിയൊന്നും അല്ലാത്ത രീതിയിലുള്ള ഒരു ജോലിനെയാണ് വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോലിയുള്ള ആളുകളെ മാത്രമേ സൊസൈറ്റി ഒരു അപ്വേർഡ് ആയിട്ടുള്ള മൊബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ചലനാത്മകമായ ഒരു സൊസൈറ്റി ആയിട്ട് അത്തരത്തിലുള്ള ജോലിയുള്ള ആളുകളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ബ്ലൂ കോളർ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അത് ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ജോബ് ചെയ്യുന്ന ആളുകൾക്ക് മേ ബി ഇക്കണോമിക്കലി അവർ നല്ല രീതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം നമുക്കറിയാം, ഇപ്പൊ കൂലിപ്പണി ചെയ്യുന്ന ആൾക്ക് ഒരു ദിവസം 1300, 1400, 1500 രൂപയൊക്കെയാണ് എമൗണ്ട് ഒരു ദിവസം പണി ചെയ്യുന്നതിന്. അപ്പൊ അവര് എല്ലാ ദിവസവും പണി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇക്കണോമിക്കലി അവർ ഭയങ്കര സെറ്റിൽഡ് ആവും. പക്ഷെ ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ 600, 700, 800 രൂപയായിരിക്കും അയാളുടെ ഒരു ദിവസ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈറ്റ് കോളർ ജോബിനേക്കാൾ ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ വെൽത്ത് ഉള്ള ഒരാളായിരിക്കും ഈ ഒരു ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന ആള്. പക്ഷെ ഈ സോഷ്യൽ മൊബിലിറ്റി വരുമ്പോൾ ആ ഒരു ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്കണോമിക്കലി അയാൾ വെൽത്ത് ഉള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ താഴ്ന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, അവിടെ വെൽത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തരംതിരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ വൈറ്റ് കോളർ ജോബിയുള്ള ആളുകളെ മാത്രമേ അവർ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, അതൊരു പ്രോബ്ലം ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇനി സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡിസൈഡ് അറ്റ് ദ വാട്ട് പോയിന്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് കരിയേഴ്സ് ടു മേക്ക് comparisons on studies of international mobility. For example, a parent may be a mid-career when their son or daughter starts his or her work life. Parents and their offspring may stimulate the be mobile by maybe in the same direction or the different directions. The first problem can be resolved when it become clear and the nature and stream of the
job and shifted radically over the period covered by a particular study. The grading of occupational categories can be taken care. The second can be resolved by comparing parent and the child. Both are the start and the end of their respective കരിയേഴ്സ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വളർന്ന് വലുതായിട്ട് ജോലിക്കാരാകുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ അവരുടെ ജോലികൾ നിർത്തുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലേ? നമുക്കാണെങ്കിലും അറിയാം, നമ്മുടെ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ അവർ പറയാം, അമ്മ ഈ ജോലിക്ക് പോകണ്ട, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അമ്മേനെ അച്ഛനെയും വീട്ടിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന മക്കളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ അവിടെ ഒരു എന്താണ്, അവർക്ക് ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല അല്ലെ? ഒരു സോഷ്യൽ മൊബിലൈസേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. കാരണം അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവര് കുട്ടികൾ വളർന്ന് അവർ ജോലിക്കാരാവുന്നവരെ ജോലി ചെയ്യുന്നു. പിന്നീട് എന്താണ്, രണ്ട് മക്കളുള്ള ആളുകൾ രണ്ട് മക്കളും അച്ഛനെയും അമ്മേനെയും വീട്ടിലിരുത്തിയിട്ട് അവർ ജോലിക്ക് പോകുമ്പോൾ എന്താണ്, അവിടെ എന്താണ്, എപ്പോഴും രണ്ടാളുകളുടെ ശമ്പളം മാത്രമേ ആ ഒരു കുടുംബത്തിലേക്ക് വരുന്നുള്ളൂ. അല്ലാതെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പ്രായപൂർത്തിയായതിനു ശേഷം രണ്ട് മക്കളും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ എന്താണ്, ആദ്യമേ രണ്ടുപേരുടെ വരുമാനം മാത്രമേ ആ കുടുംബത്തിൽ ഉണ്ടാവുമായിരുന്നുള്ളൂ. പിന്നീട് എന്താണ്, 4 പേരുടെ വരുമാനം ആ കുടുംബത്തിൽ ഉണ്ടാവാൻ തുടങ്ങും അല്ലെ? അപ്പൊ എന്താണ്, സാമൂഹികമായിട്ടുള്ള നിലയിൽ അവരുടെ ഒരു സോഷ്യൽ മൊബിലൈസേഷൻ ഉയരുകയാണ് ചെയ്യുന്നത്. ഇതും എന്താണ്, നമ്മുടെ ഒരു സോഷ്യൽ മൊബിലിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു പോരായ്മയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്നു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ നിന്ന് വന്നു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നത്, ഔട്ട്ലൈൻ ദ ഐഡിയ ഓഫ് സ്പോൺസേർഡ് മൊബിലിറ്റി, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് മൊബിലിറ്റി. ആ രണ്ട് കാര്യങ്ങളൊന്ന് പറയും. കോണ്ടെക്സ്റ്റ് മൊബിലിറ്റിയും അതുപോലെ തന്നെ സ്പോൺസേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫോംസ് ഓഫ് മൊബിലിറ്റി ആണ്, അല്ലെങ്കിൽ മൊബിലൈസേഷന്റെ ഫോംസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ ടേംസ് ഒന്ന് എഴുതി വെച്ചാലും മതി കേട്ടോ. പിന്നെ ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് മൊബിലിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു. ഡൗൺവേർഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, ആ ജോലി നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളൊരു വൃദ്ധരായിട്ട് അല്ലെങ്കിൽ ഒരു 45-50 വയസ്സുള്ള ആളായി മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ജോലിയില്ല, നമുക്ക് വരുമാനം ഇല്ലാതാവുമ്പോൾ നമ്മൾ താഴേക്ക് പോകുന്നു. അതാണ് ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയാം. അതേസമയം അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു 1 lakh ശമ്പളമുള്ള ജോലിയിൽ നിന്ന് 2 lakh ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് നമുക്ക് ഉയർച്ച കിട്ടുവാണെങ്കിൽ അതെന്താണ്, അപ്വേർഡ് രീതിയിലുള്ള അപ്വേർഡ് മൊബിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതും നമുക്ക് ഇടയ്ക്ക് ചോദിച്ച് കണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഡൗൺവേർഡും അപ്വേർഡും മൊബിലിറ്റീസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡിസ്കസ് 2 ഓഫ് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിങ് സോഷ്യൽ മൊബിലിറ്റി. ജസ്റ്റ് ആ ക്വസ്റ്റൻ ആണെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. ആ സോഷ്യൽ മൊബിലിറ്റിയുടെ 2 എന്താണ് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ചുള്ളൂ. നെക്സ്റ്റ് ഒരു പാഠത്തേക്ക് പോവാം. ചാപ്റ്റർ 11 ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. എന്താണ്, ഘടകങ്ങളും അതുപോലെ തന്നെ അതിന്റെ ചില സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് സോഷ്യൽ മൊബിലിറ്റിയുടെ. നമ്മൾ പറഞ്ഞു സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നതിന്റെ ടൈപ്സുകൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ടൈപ്സും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഒരേ സാമൂഹിക അവസ്ഥയിൽ നിന്ന് തന്നെ മറ്റൊരു സാമൂഹിക അവസ്ഥയിലേക്ക് പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരേ ജാതി ഒരേ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്നത് എന്താണ്, വെർട്ടിക്കൽ രീതിയിലുള്ള ഒരു സോഷ്യൽ മൊബിലൈസേഷൻ ആണ്. അവിടെ ഒരു പ്രത്യേകിച്ചുള്ള സ്ഥാനക്കയറ്റം ഒന്നും ഉണ്ടാവുന്നില്ല. അതേസമയം ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ ഉയർന്ന ഒരു ഉന്നത കുടുംബത്തിലുള്ള ഒരു വ്യക്തി അതിനേക്കാൾ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോവുകയാണെങ്കിൽ അവിടെ മുകളിലേക്കുള്ള അല്ലെങ്കിൽ അപ്വേർഡ് ആയിട്ടുള്ള ഒരു മൊബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ഒരു വിഭാഗത്തിലേക്കാണ് കല്യാണം കഴിച്ച് പോകുന്നതെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോവുകയാണെങ്കിൽ അവിടെ എന്താണ്, ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റി ആണ് ഉണ്ടാവുക. അപ്പൊ അതും ടൈപ്സ് ഓഫ് മൊബിലിറ്റിയുടെ ഉദാഹരണമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോഗ്രാഫിക് ഫാക്ടർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടാലന്റ് ആൻഡ് എബിലിറ്റി, ഇതൊക്കെ നമ്മുടെ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന്. അതും ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. There are various factors that influence social mobility according to Russian sociologist Sorom. Primary factors influencing mobility in all societies and secondary factors are specific to particular societies and specific times. He held that no society can be regarded
as completely closed, denying any mobility, or can it be completely open, as there are always barriers to social mobility? There are four primary factors according to him. They are demographic factors, abilities of parents and children, fluidity, distribution of individuals in social positions, and change of the environment. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ സാമൂഹിക ചലനാത്മകതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെമോഗ്രാഫിക് ഫാക്ടർ ആണ് ഇവിടെ പറയുന്നത്. Demographic factors affect mobility in all societies. The birth rate of higher group is generally lower than that of lower groups. The productive rate is such that there is usually some room at the top of members of lower groups through their death rates and are higher. For example, Hartree found out of 215 noble lineages of the region of France in 1200, only 149 were left after the country. He found that the lifespan of such lineages is only 3 or 4 generations. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഫാക്ടർ സോഷ്യൽ മൊബിലിറ്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഓരോ രാജ്യവും അവരവരുടേതായിട്ടുള്ള സാമൂഹിക ചലനാത്മകതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഓരോ രാജ്യത്തെയും സാമൂഹിക ചലനാത്മകത ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കാറ്റഗറൈസ് ചെയ്തിരുന്നത് നമ്മൾ പറഞ്ഞു. UN എന്താണ് ഒത്തിരി രീതിയിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 34% സോഷ്യൽ മൊബിലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നോർവേയിലൊക്കെ 30%. ആ രീതിയിൽ ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും സോഷ്യൽ മൊബിലൈസേഷന്റെ രീതികൾ അല്ലെങ്കിൽ അതിന്റെ വളർച്ച അല്ലെങ്കിൽ വർധനവൊക്കെ പല രീതിയിലായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഡെമോഗ്രാഫിക് ഫാക്ടർ എങ്ങനെയാണ് സോഷ്യൽ മൊബിലിറ്റിനെ സ്വാധീനിക്കുന്നത് പറയുന്നത്. ചില കൺട്രീസ് അവരുടെ ആളുകളുടെ സാമൂഹിക ചലനാത്മകതയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയും അതുപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ള താഴെയുള്ള വിഭാഗങ്ങളുടെ ഉന്നമനത്തിനൊക്കെ ഒരുപാട് സഹായങ്ങൾ കൊടുക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾ അവരുടെ സമൂഹത്തിന്റെ സോഷ്യൽ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഡെമോഗ്രാഫിക് ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് ടാലന്റ് ആൻഡ് എബിലിറ്റി എന്ന് പറയുന്ന ഒന്നാണ്. പിന്നെ ചിൽഡ്രൻസ് മേ നോട്ട് ഓൾവേസ് ബി എ suited ഓഫ് their inherited സ്റ്റാറ്റസ് oppositions as their parents. Sorkin suggested ways to get sound around this problem. Popular pressure may compel people to vacate positions they are unsuited for. The incumbents may themselves repeated this by vacancies their positions and so on. There are always new supplies of talent which must be adored somewhere of the other. In societies with inherited status positions, talent individuals always have opportunities to go upwardly mobile. അപ്പോൾ ടാലന്റ് ആൻഡ് എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാക്ടറായിട്ട് സോഷ്യൽ മൊബിലിറ്റിയുടെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാ ആളുകളെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. കാരണം എന്താണ്, നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ പോലും അത് സാമൂഹിക ചലനാത്മകതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ പോലും നമ്മൾ എന്താണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു രീതി നമ്മുടെ ഈ ഒരു രാജ്യങ്ങളിൽ ഇല്ല. കാരണം നല്ല രീതിയിൽ പഠിച്ച് എക്സാം പാസ്സായാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് അവർക്ക് അർഹത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടാലന്റും അതുപോലെ തന്നെ എബിലിറ്റിയും ഒക്കെ അവരുടെ സോഷ്യൽ മൊബിലിറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കഴിവുള്ള കുട്ടികളൊക്കെ മുന്നിലേക്ക് കയറുകയും അവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഘടകമാണ്. അല്ലാതെ പേരൻസിന്റെ ഒക്യുപ്പേഷൻ വെച്ചോ അല്ലെങ്കിൽ ഉന്നതമായ സാമൂഹിക സ്ഥാനം വെച്ചോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു ടാലന്റോ എബിലിറ്റിയോ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ടാലന്റ് എബിലിറ്റി ഉള്ള കുട്ടികൾ നൈസർഗികമായിട്ട് തന്നെ അവരുടെ ഉന്നമനം അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി അവർക്ക് കൂടുതലായിട്ട് കിട്ടാനായിട്ട് തുടങ്ങും. അപ്പൊ അതൊരു ഘടകമാണ്. ഇനി വരുന്നത് അലൈഡ് തിയറീസ് ആണ്. One of the allied theorists argues that talent and ability are the main reason behind individuals coming to occupy certain positions. His conduction of this change is the personal of the allied occur because over time generations lose their initiate qualities or persons for lower status might show those qualities.
അപ്പോൾ എന്താണ് എലൈഡ് തിയറീസ് പറയുന്നത് ഒരിക്കലും നമ്മുടെ എന്താണ് ഇത്തരത്തിൽ ടാലന്റ് എബിലിറ്റി ഉള്ള കുട്ടികൾ ഒരിക്കലും താഴെ പോവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഓരോ അവസരങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പത്രാസ് ഉണ്ടെങ്കിലോ ബാക്കിയുള്ള കുട്ടികൾക്ക് എന്താണ് കഴിവോ ടാലന്റോ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരിക്കലും മുകളിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിലും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാലന്റും കഴിവും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ മഹാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ജീവിത വിജയം നേടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ധോണിയും അതുപോലെ തന്നെ സച്ചിനും ഒക്കെ അവരുടെ കഴിവുകൾ കൊണ്ട് ഉന്നതമായ നിലകളിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഉന്നതമായ നിലയിൽ എത്തിയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള പലരും വിദ്യാഭ്യാസത്തിന്റെ ഉള്ള അവരുടെ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവരുടെ കഴിവ് കൊണ്ടും അവരുടെ പലവിധ അഭിരുചികൾ കൊണ്ടും ഒന്നെങ്കിൽ പാട്ട് പാടാനുള്ളത് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗെയിംസ് കളിക്കാനുള്ള കഴിവുകൊണ്ട് ഒക്കെ അവരുടേതായ രീതിയിൽ സാമൂഹികമായിട്ടുള്ള ചലനാത്മകതയിൽ എത്തിച്ചേർന്ന് ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ എബിലിറ്റി കഴിവൊക്കെ ആ ഒരു ടാലന്റ് ഒക്കെ അവരെ സോഷ്യൽ മൊബിലൈസേഷന് സഹായിക്കുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ചേഞ്ച് ഇൻ ദ സോഷ്യൽ എൻവയൺമെന്റ്. എൻവയൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? പരിസ്ഥിതിയാണ് അല്ലെ? സാമൂഹികമായ പരിസ്ഥിതി എങ്ങനെയാണ് നമ്മുടെ ഒരു ഫാക്ടർ ആവുന്നത്, സോഷ്യൽ മൊബിലിറ്റിക്ക് ഒരു ഫാക്ടർ ആവുന്ന ഒരു ഘടകം നോക്കാം. ഫോർ എക്സാമ്പിൾ, അഡ്വാൻസസ് ഇൻ ദ മെഡിസിൻ ലെങ്ത് ഓഫ് എക്സ്പെൻഡൻസി ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് അലൗസ് ദ ഡിസ്കവറി ഓഫ് ടാലന്റ്. The social change is a major factor for mobility. There are factors like changes of various kinds, economic, social, political, legal, technological, and other have affect social mobility. These small processes of change with the affect not only mobility but other aspects of society as well. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ എൻവയോൺമെന്റ് നമ്മുടെ ഒരു സാമൂഹികമായ ചലനാത്മകതയിൽ നമ്മൾ ഉന്നതമായ നിലയിൽ എത്താനായിട്ട് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ട ഒരു സ്വാധീനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എല്ലാ ഒരു മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സാമൂഹികമായിട്ട് പരിസ്ഥിതിയുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു പരിസ്ഥിതി നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതികൾ നമ്മുടെ സോഷ്യൽ മൊബിലിറ്റീസിനെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അതുകൂടാതെ എല്ലാ സൊസൈറ്റീസിലും അവരവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇഷ്ടമുള്ള അത്രയും പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് അല്ലേ അത്. അപ്പൊ ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലുള്ള മാറ്റം ഉറപ്പായിട്ടും ആ കുട്ടികളുടെ ഭാവിയിൽ അത് പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു എൻവയോൺമെന്റ് ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം ആ കുടുംബത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ ഒരു സമൂഹം നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി അവർ കുട്ടികൾക്ക് കൊടുക്കുകയും അവർക്ക് നല്ല രീതിയിൽ സാമൂഹികമായ ചലനാത്മകതയെ എത്തിച്ചേരാനും നല്ല ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടറും നമ്മുടെ സാമൂഹിക ചലനാത്മകതയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് ഓർക്കുക. ഇനി ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട്. Once all societies reach a certain level of industrialization, social mobility sees a similarity rates. The convergence this propounded by Keir and others suggests that all industrial societies covered towards a common pattern of mobility, among other things like overall patterns of stratification. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. വ്യവസായ വിപ്ലവമൊക്കെ വന്ന അല്ലെങ്കിൽ വ്യവസായവൽക്കരണമൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ രാജ്യമൊക്കെ ഡെവലപ്ഡ് ആയത് അല്ലെ. നമുക്കറിയാം വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ വ്യവസായവൽക്കരണമൊക്കെ വന്നപ്പോൾ ഒരുപാട് പ്രിന്റഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അച്ചടിച്ചിറക്കാനായിട്ട് തുടങ്ങി. ഇത്തരത്തില് പ്രിന്റഡ് ആയിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു അച്ചടി യന്ത്രത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയത്. അപ്പൊ ഇത്തരത്തിലുള്ള നോട്ട്സ് സുലഭമായിട്ട് ലഭിച്ചപ്പോഴാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായത്. കാരണം പണ്ട് കാലഘട്ടത്തിലൊക്കെ റിട്ടൺ ആയിട്ട് ആളുകൾ എഴുതി വെക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ എഴുതി വെക്കുന്ന താളികളിലൊക്കെ എഴുതി വെക്കുന്ന കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത് സുലഭമായിട്ട് എല്ലാവർക്കും കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇത്തരത്തില് വ്യവസായ ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നപ്പോൾ ഒരുപാട് യന്ത്രങ്ങളൊക്കെ വരികയും ഒത്തിരി പുസ്തകങ്ങളൊക്കെ യന്ത്രങ്ങളിലൂടെ നിർമ്മിച്ചു നൽകുകയും അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ നമ്മളിൽ ചലനാത്മകത ഉണ്ടാക്കി ഘടകങ്ങളാണ് വ്യവസായ വിപ്ലവം.
കാരണം നമ്മൾ ഈ പഠനങ്ങൾ, ഈ ഓരോ കാര്യങ്ങൾ വായിക്കുന്നതിലൂടെയാണല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നത്. കാരണം വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയൂ എന്ന് പറയുന്ന ചൊല്ലുകളൊക്കെ ഉണ്ട് അല്ലേ? അത് കൃത്യമാണ്. നമ്മൾ എത്രത്തോളം അറിവ് ശേഖരിക്കുന്നോ അത്രത്തോളം നല്ല മികച്ച വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ വ്യവസായവൽക്കരണം ഒക്കെ നമ്മുടെ സാമൂഹിക ചലനാത്മകതയെ ഒരുപാട് വർദ്ധിപ്പിച്ച ഘടകമാണ്. ഓരോ ആളുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്, നമുക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതൊക്കെ ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അതുകൂടാതെ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിച്ചതും അവർക്ക് സമ്പത്ത് ഉണ്ടാവാൻ തുടങ്ങിയതും അതുപോലെ തന്നെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങിയതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിൽ ഒരു സാമൂഹിക ചലനാത്മകതയ്ക്ക് കാരണമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ തീർന്നിട്ടുണ്ടെന്ന് നമുക്ക് നിശേഷം പറയാനായിട്ട് സാധിക്കും. ഇനി ദ 5 ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ മൊബിലിറ്റി ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ചേഞ്ചസ് ഇൻ ദ റാങ്ക് ഓഫ് ഓക്യുപ്പേഷൻസ്, ചേഞ്ചസ് ഇൻ അവൈലബിലിറ്റി വേക്കൻസീസ് ഓഫ് നമ്പർ, ഡിഫറെന്റ് ഫെർട്ടിലിറ്റി റേറ്റ്സ്, changes in legal restrictions related to the positional opportunities, changes in the number of inheritable status positions. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതൽ ആർജിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നപ്പോൾ നമുക്ക് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മാത്രമേ ഉന്നതമായുള്ള തൊഴിലിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കൂ എന്നുള്ള ഒരു അവബോധം ആളുകൾക്ക് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, ഇപ്പോഴും നമ്മൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറയും, നീ അവിടെ പോയി കൃഷി ചെയ്യാനല്ലേ, നീ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുക. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷൻ വഴി തന്നെ, വ്യവസായ വിപ്ലവം വഴി തന്നെ ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് മറ്റു തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ചു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പല തൊഴിലുകൾ ചെയ്യാനായിട്ടുള്ള ആളുകളെ ആവശ്യമായിട്ട് വന്നു. ഇതുകൊണ്ട് തന്നെ നമ്മൾ പഠനത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാനും തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ വളരെ ചുരുക്കം ആളുകൾ മാത്രം മറ്റു തൊഴിലുകളിലേക്ക് പോവുകയും ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്ഥലങ്ങളിൽ അവർ വിത്ത് വിതച്ചും അതുപോലെ തന്നെ കൊയ്തും അവരുടെ ജീവിതം നീക്കിയിരുന്നേ. അവർക്ക് സമ്പത്ത് ആർജിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അറിവ് ആർജിക്കാനുള്ള ഒരു ആവശ്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നേനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് റാങ്ക് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അതിന് മുമ്പ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ വേക്കൻസീസ് എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ്സ് ടു ചേഞ്ച് ഇൻ ദ ഒക്യുപേഷണൽ സ്ട്രക്ചർ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി ആൻഡ് ലേറ്റർ ഓൺ ദ സർവീസസ്. ടു ഷിഫ്റ്റ് ഓർ ടു ഇൻഡസ്ട്രി സീസ് സഡൻ സപ്പോർട്ട് ടു ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് റേസ് ഇൻ എ നമ്പർ ഓഫ് പൊസിഷൻസ് അവൈലബിൾ ഇൻ സൊസൈറ്റി. People also migrate to cities and rural areas to work at the new factories. This has both geographical aspects, the vertical aspect. City jobs are ranked higher in prestige hierarchies than rural ones. അപ്പോൾ അവൈലബിൾ വേക്കൻസീസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം സമൂഹത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് അവൈലബിൾ വേക്കൻസീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. ഇവിടെയും ഇതിന്റെ ആശയമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഘടകം തന്നെ വരിക. കാരണം നമ്മൾ അഗ്രികൾച്ചർ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് അധികം ഒക്യുപ്പേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് നെല്ല് വിതച്ച് അത് കൊയ്ത് അത് ഭക്ഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം, വ്യവസായ വിപ്ലവം വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ഫാക്ടറീസ് ഉണ്ടാക്കുകയും ആ ഫാക്ടറികളിൽ തൊഴിലാളികൾ ആവശ്യമായി വരികയും ചെയ്തു. അങ്ങനെ ഈ കൃഷി ചെയ്തിരുന്ന ആളുകളൊക്കെ കൂട്ടമായിട്ട് തൊഴിലാളികളായി മാറാനായിട്ട് തുടങ്ങി. അങ്ങനെ തൊഴിലാളികളായിട്ട് മാറിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് സിറ്റിയിലേക്ക് മാറിയിട്ട് അവരൊരു ഫാക്ടറി തൊഴിലാളികളായപ്പോൾ അവരുടെ ഒരു നില ഇച്ചിരി മെച്ചപ്പെട്ടതുപോലെ അവർക്ക് തോന്നി. കാരണം ക്ഷുദ്രരായിട്ടുള്ള അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിലൊക്കെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആളുകളായിരുന്നു ഇത്തരത്തില് തൊഴിലാളികളായിട്ട് മാറിപ്പോയത്. അപ്പൊ അത്തരത്തിലുള്ള ജമ്മിമാരും അതുപോലെ തന്നെ ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെ നടത്തുന്ന അത്രയും തരംതിരിവുകളോ ചേരിതിരിവുകളോ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ തുടങ്ങിയ നയങ്ങളൊന്നും ഈ ഫാക്ടറി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കർഷകരായിരുന്നപ്പോൾ അവർ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്നു. പക്ഷെ ഫാക്ടറി ജോലി ചെയ്തപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? അവര് ഈ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അതുകൂടാതെ ഈ ജാതി വ്യവസ്ഥ ഒന്നുമല്ല ഇൻഡസ്ട്രിയലൈസേഷന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് അവർക്ക് മനസ്സിലായി. വിദ്യാഭ്യാസമാണ് ഇതിന്റെ പ്രധാന ഘടകം. വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ, ഞങ്ങൾക്കോ കിട്ടിയില്ല, ഞങ്ങളുടെ മക്കളെങ്കിലും നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഫാക്ടറീസിന്റെ മുകളിൽ തട്ടിലേക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസറോ അല്ലെങ്കിൽ മാനേജറോ ഒക്കെ ആവാൻ തക്ക വിധം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസവും ഈ ഫാക്ടറി തൊഴിലാളികൾക്കുണ്ടായി. ഇതിൽ നിന്നെല്ലാമാണ്
ഈ ഒരു എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മുടെ സോഷ്യൽ മൊബിലിറ്റീസിനെ വളരെയധികം സ്വാധീനിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള സിറ്റീസിൽ നിന്ന് ഫാക്ടറികളിലേക്ക് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയ ആളുകളാണ് ഒരുപാട് വേക്കൻസീസ് നമ്മുടെ തൊഴിൽ മേഖലകളിലുണ്ടാവും. പല തൊഴിലുകളിൽ ഇത്തരത്തിലുള്ള വേക്കൻസീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഗൽ റെസ്ട്രിക്ഷൻസ് ആണ്. Changes in laws and political are the important sources of social mobility. In India, under the traditional caste order, people had traditional occupations, and certain occupations were legally or customarily foreigners to people of low birth. With the democratization of political systems and changes in policies, and citizens are equal rights and barriers to social mobility were removed. അപ്പോൾ ലീഗൽ റെസ്ട്രിക്ഷൻസും ഒക്കെ നമ്മളെ ഇത് സോഷ്യൽ മൊബിലൈസ്ഡ് ആക്കാനായിട്ട് സഹായിച്ചു എന്ന് പറയുന്നു. കാരണം നമ്മുടെ പണ്ടത്തെ സമൂഹം അല്ലെങ്കിൽ പരമ്പരാഗത സമൂഹം എന്ന് പറയുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവര് നിലനിന്നിരുന്നത്. ആ ജാതി വ്യവസ്ഥയിലാണ് സമൂഹം നിലനിന്നിരുന്നത്. ബ്രാഹ്മണർക്ക് പൂജകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജോലിയാണ് അവർ ചെയ്തിരുന്നത്. ക്ഷത്രിയർ എന്താണ് നമ്മുടെ രാജ്യം നോക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ട് യുദ്ധം ചെയ്ത് രാജ്യം സംരക്ഷിക്കുന്നവരുമായിരുന്നു. വൈശ്യർ എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നവരും അല്ലെങ്കിൽ അവര് വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരുന്നു. ശൂദ്രർ എന്ന് പറയുന്നവരാണ് അടിമപ്പണികളായിട്ടുള്ള മറ്റു ജോലികൾ അല്ലെങ്കിൽ തീരെ നല്ലതല്ലാത്ത കുറെ കൂലിപ്പണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ശൂദ്രരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് കിടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂദ്രരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഭരണാധികാരി ആകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഭരണാധികാരിക്ക് കൃഷി ചെയ്യുവാനോ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരിക്കലും മറ്റു ജോലികൾ ചെയ്യാനായിട്ട് ഈ ജാതി വ്യവസ്ഥയിലുള്ള ആളുകളെ അനുവദിച്ചിരുന്നില്ല. പക്ഷേ നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് വ്യവസായ വിപ്ലവമൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അവരുടെ ഒരു കാസ്റ്റിൽ നിന്ന് വെളിയിൽ വരികയും സിറ്റികളിൽ പോയി താമസിച്ചപ്പോൾ അവരവരുടേതായ ഒരു ഈക്വാലിറ്റി അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഏത് ക്ഷത്രിയനാണെങ്കിലും ശൂദ്രനാണെങ്കിലും വൈശ്യനാണെങ്കിലും അതുപോലെ തന്നെ ബ്രാഹ്മണനാണെങ്കിലും ഫാക്ടറി ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും തുല്യരായിട്ട് കാണാൻ തുടങ്ങി. ഇതെല്ലാം എന്താണ് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് കൊടുത്തു. അതുകൂടാതെ തന്നെ ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നിയമം മൂലം ഇത്തരത്തിലുള്ള ചേരിതിരിവുകളും തൊട്ടുകൂടായ്മ തുടങ്ങിയ നികൃഷ്ടമായിട്ടുള്ള ആചാരങ്ങളും ഗവൺമെന്റ് നിയമം മൂലം നിരോധിച്ചു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ മൊബിലൈസേഷൻ കൂടാനതിന് കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും നമുക്ക് ഉയർന്ന നിലയിലേക്ക് ഉള്ള ഒരു ചലനാത്മകം ലഭിച്ചത് ഇത്തരത്തിലുള്ള നിയമം മൂലമുള്ള ഇത്തരത്തിലുള്ള ചേരിതിരിവുകളൊക്കെ നിരോധിച്ചപ്പോഴാണ്. ഓക്കെ, ഇനി റാങ്ക് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. They are cast as social mobility which happens without any change in the ranking. For example, a study of US finds the government positions have gained prestige in the 50s compared to the 20s. They implies that the government servants experienced upward mobility without changing their positions in job. Thus, the mobility were maybe horizontal and vertical. അപ്പം ഈ ഒരു റാങ്ക് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നതും നമ്മുടെ സോഷ്യൽ മൊബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പറഞ്ഞ സോഷ്യൽ മൊബിലിറ്റിയുടെ റാങ്കിങ് അതുപോലെ തന്നെ പൊസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വെർട്ടിക്കൽ രീതിയിലും ഹൊറിസോണ്ടൽ രീതിയിലും നമുക്ക് ഒരു സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇതിനെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ദ കൺവേർജൻസ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടിയുണ്ട്. ദ കൺവേർജൻസ് ഹൈപ്പോത്തിസിസ് പ്രപ്പോസ്ഡ് ബൈ കെർ ആൻഡ് അതേഴ്സ് suggests the industrialization a common denominator of the present world impel all industrial societies towards a common future society, and they called a pluralistic industrialist society. These societies would have common patterns of stratification and mobility. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മൊബിലിറ്റിക്ക് ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രാറ്റിഫിക്കേഷൻ തരംതിരിവുകളൊക്കെ മിക്കയിടത്തും കാണാനായിട്ട് സാധിക്കും. അത് അത്ര പ്രധാനമായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ഉള്ളത് ഡൗൺവേർഡ് മൊബിലിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, താഴേക്കുള്ള ഒരു ചലനാത്മകതയാണ് നമ്മൾ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 45-50 വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് ഒരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പല കമ്പനികളുടെയും ചിലപ്പോൾ ഇന്റർവ്യൂസ് അതുപോലെ തൊഴിൽ വാർത്തകളൊക്കെ വരുമ്പോൾ അതിനകത്ത് വൃത്തിയായിട്ട് മെൻഷൻ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 30 വയസ്സിന് തൊട്ട് ഒരു 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടി അപേക്ഷിക്കാം, അത് 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ.
അപ്പൊ എന്താണ് 45-50 വയസ്സുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിനോട് ഒട്ടുമിക്ക ആളുകൾക്കും വലിയ താല്പര്യമില്ല. അപ്പൊ അതെന്ന് പറയുന്നതും ഈ ഒരു ഡൗൺവേർഡ് മൊബിലിറ്റിക്ക് കാരണമാണ്. ഒരു മധ്യവയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത് നമ്മുടെ സാമൂഹികമായിട്ട് നമ്മളെ താഴേക്ക് വലിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Industrialization also brings about downward mobility. It is certain occupations lose the prestige through their ranking of positions. They see downward mobility. This is the case of structural mobility instead of curriculation mobility. For example, polyester and other synthetic fabrics in India have distinctly reduced in demand of core cotton, with a fall in global demand for Indian short, stable cotton. Cotton farmers have had a face losses and have turned to other crops. Some of other occupations, the same have even കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പോൾ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കാരണം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? വ്യവസായവൽക്കരണമാണ്. അപ്പൊ ആ വ്യവസായവൽക്കരണം ചിലപ്പോൾ നമ്മളെ താഴേക്കും വലിക്കാറുണ്ട് എന്ന് പറയുന്നു. കാരണം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾക്ക് അവേർഡിൽ നമുക്ക് സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് എഡ്യൂക്കേഷൻ തന്നു, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം മൂലം നമുക്ക് ഒരുപാട് നല്ല പൊസിഷനിൽ എത്താനായിട്ട് ഈ ഒരു സോഷ്യൽ മൊബിലിറ്റിയിലേക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമായെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു അതിന്റെ എതിർവശവും കൂടി ഉണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം ചിലപ്പോൾ നമുക്ക് താഴേക്കുള്ള ഒരു സോഷ്യൽ ഒരു മൊബിലിറ്റിയും കൂടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഈ ഒരു പോളിസ്റ്റർ തുണിയില്ലേ, ആ തുണി വന്നപ്പോൾ നമ്മുടെ കോട്ടൺ തുണിക്ക് ഒരു ഇന്ത്യൻ വിപണിയിൽ ഒരു മങ്ങലേറ്റു. കാരണം ചില ചെറിയ പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡിഗോ ഒക്കെ ഒരുപാട് കൃഷി ചെയ്തിരുന്ന ആളുകളാണ്. ഇൻഡിഗോ എന്ന് പറയുന്നത് എന്താണ്? നീലം അല്ലെ. നീലം നമ്മുടെ വ്യവസായ വിപ്ലവത്തിന് മുൻപ് ഈ നീലം ഒരുപാട് ഉപയോഗിച്ചിരുന്നു. കാരണം തുണികൾക്ക് നീലം മുക്കാനായിട്ട്, കളർ കൊടുക്കാനായിട്ട്. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഒരുപാട് തുണിത്തരങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് നീലത്തിന്റെ ആവശ്യം വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ നീലം കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നിർബന്ധിച്ച് ഒരുപാട് ആളുകൾ അവരുടെ മറ്റു തൊഴിലുകളൊക്കെ വിട്ടിട്ട് ഈ നീലം കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ വ്യവസായവൽക്കരണം കൊണ്ട് തന്നെ പല രീതിയിലുള്ള നിറങ്ങൾ നൽകുന്ന ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നീലം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും അവരെന്താണ്, ഒരുപാട് ആളുകൾ കടക്കെണിയിലായി, അതുപോലെ തന്നെ പട്ടിണിയിലായി, ഒരുപാട് ആളുകൾ സൂയിസൈഡിന് വരെ തുനിയേണ്ടി വന്നു. അപ്പൊ ഇത്തരത്തില് ഇൻഡസ്ട്രിയലൈസേഷൻ ചിലപ്പോൾ താഴേക്ക് വലിക്കാം. ചില പുതിയ പ്രൊഡക്ട്സ് വരുമ്പോൾ നമ്മുടെ ഉള്ള പ്രൊഡക്ട്സിന് ചിലപ്പോൾ വില കുറയുകയും അല്ലെങ്കിൽ അത് ആർക്കും ആവശ്യമില്ലാത്തൊരവസ്ഥയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങളുടെ മൊബിലിറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ മൊബിലിറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മൊബിലിറ്റി എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ള ഘടകങ്ങൾ പറഞ്ഞു. ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മളെ ഒരുപാട് രീതിയിൽ സോഷ്യൽ മൊബിലൈസ്ഡ് ആവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും വന്നില്ലെങ്കിൽ, ഒരു വ്യവസായ വിപ്ലവം വന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും വിതച്ചും കൊയ്തും ആ ഒരു പരമ്പരാഗതമായ ജീവിതത്തിൽ മാത്രം നിലനിന്നു പോയേനെ. ബ്രിട്ടീഷുകാർ വന്നതും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ നമ്മളെ സോഷ്യൽ മൊബിലൈസ്ഡ് ആക്കാനായിട്ട് സഹായിച്ച കുറെ ഘടകങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ ചില നികൃഷ്ടമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ മാറ്റി എഴുതുകയും എല്ലാവർക്കും തുല്യത കൊടുക്കുകയൊക്കെ ചെയ്തത് ഈ ഒരു സാമൂഹികമായ ചലനാത്മകത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിച്ച ഘടകങ്ങളാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.